Madhava Gopijana Vallabha Girivaradhari Yashodanandana Brijajana Ranjana Yamuna Tiravanachari Jayoradha Madhava Kunja Vihari Gopijana Vallabha Girivaradhari Yashodanandana Brijajana Ranjana Yamuna Tiravanachari Jaya Shri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadara Shivasari Gaura Bhakta Vrinda Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Om Jnanatimirandasya Jnanajnanashlakaya Chakshuramidam Yena Tasmai Sri Gurave Namaha Sri Chaitanya Manobhishtam Sthapitam Yena Bhutale Swayam Rupakadamakhim Dadati Supadani Vandegam Shri Guru Shri Vidapadakamlam Shri Guru Vaishnavamsha Shri Rupam Sagrajadam Savanaragunadhanidam Tam Sajivam Sadvaidam Savadudam Varijana Sagitam Krishna Chaitanya Devam Shri Radha Krishna Padan Savanaralida Shri Vishadhanidamsha Ye Krishna Karana Sindhu Dina Bandhu Jagatpate Gopesha Gopika Kanda Radha Kanda Namastude Taptakanjana Gaurangi Radhe Vrindavaneshwari Shabhanasude Devi Pranamami Hari Priya Vanchakalpatirvasya Kripasindhuyeva Patitanam Pavanebhyo Vaishnavebhyo Namo Namah Srila Prabhupada ki Gurudev ki Jai Lavare Gurukamavikam Namaskaram Hari Bol Hare Krishna Hari Bol Hare Krishna ഭഗവത്ഗീത യഥാരൂപത്തില് കർമ്മയോഗം എന്ന അധ്യായത്തില് മൂന്നാമത്തെ അധ്യായത്തില് ശ്ലോകം നമ്പർ 4 ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരി ഓം സത്സത് ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ ന ച സംന്യാസാദേവ സിദ്ധിം സമധിഗച്ഛതി ന കർമ്മണാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ ന സംന്യാസാനാദേവ സിദ്ധിം സമധിഗച്ഛതി ന കർമ്മണാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ ന സന്യാസാനദേവ സിദ്ധിം സമധിഗച്ഛതി ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ രണ്ടുപേര് വായിക്കാം. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോസ്നുതേ ന ച സൈന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അറിവില്ലല്ലോ. ഓക്കെ. ശില പ്രഭുപാദ് കി ജയ്, ഗുരുദേവ് കി ജയ്, തായ് ഗോപുരബ്രഹ്മാനന്ദേ, ഹരി ഹരി ബോൾ. ശില പ്രഭുപാദ്. അതായത് പ്രഭുപാദിന്റെ പദാനുപത തർജിമ എല്ലാവരും ശ്രദ്ധയോട് കേൾക്കുക. കർമ്മണ നിയത കർത്തവ്യങ്ങളെ അനാരംഭാത് അനുഷ്ഠിക്കുകയാകയാൽ പുരുഷൻ നൈഷ്കർമ്മ്യത്തെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നുള്ള മോചനത്തെ നിഷ്ക്രിയ ഭാവത്തെ ന അശ്നുതേ പ്രാപിക്കുന്നില്ല. സന്യാസനാത് ഏവ ത്യാഗം കൊണ്ട് മാത്രം സിദ്ധി വിജയത്തെ ന സമധിഗച്ഛതി ഛ പ്രാപിക്കുന്നുമില്ല. വിവർത്തനം ശീല പ്രഭാതിക്ക്. കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. വളരെ വലിയൊരു കാര്യമാണ് ശീല പ്രഭാത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ.
ഞാൻ എന്നിട്ട് ഞാൻ മോഹൻ ചേട്ടൻ നമ്പർ തന്നിട്ട് ഞാൻ മോഹൻ ചേട്ടൻ നമ്പർ വെച്ച് അയാളെ വിളിച്ചു. അപ്പൊ ഞാൻ ചേട്ടാ ഞാൻ ഇന്ന കാര്യത്തിനാണ് വിളിച്ചത്, എന്തെന്നാണ് ആ വീട് കിടക്കണത്, ചേട്ടൻ ഒന്ന് പോയി നോക്കും. ഞങ്ങള് താമസിക്കാൻ കൊടുത്തപ്പോ ചേട്ടൻ കണ്ടതല്ലേ എങ്ങനെ കിടക്കും, എങ്ങനെ കിടക്കണേന്നൊന്ന് പോയി നോക്കും. സത്യമില്ല ചേട്ടാ. നിങ്ങൾ 11 മാസം കഴിയുമ്പോൾ നിങ്ങൾ പോയി നോക്കണായിരുന്നു, എന്നിട്ട് നിങ്ങള് നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ പറഞ്ഞു വിടായിരുന്നില്ലേ. ഞാൻ പറഞ്ഞു ശരി, അപ്പൊ നമ്മൾ ചെയ്തില്ല, നമ്മൾ അവർ മര്യാദയ്ക്ക് പെരുമാറുകയും നന്നായിട്ട് നല്ല രീതിയിൽ സംസാരിക്കും. വൃത്തിയായിട്ട് ഒരാളും വീട് കണ്ടില്ലേ, സംസാരം സീരിയസ് ആണ്. നല്ലൊരു ചേട്ടനാണ്, ഇവരെ കൊണ്ടുവന്നതിനും ചേട്ടനെ അറിയായിരുന്നു. പിന്നെ അവർക്ക് ഇഷ്ടമാണ്. ഹരിബോൽ. കർമ്മണം നിയതകർമ്മങ്ങളെ അനാരംഭാത് അനുഷ്ഠിക്കുകയാകയാൽ പുരുഷൻ നൈഷ്കർമ്മ്യൻ നൈഷ്കർമ്മത്തെ നമ്മൾ കണ്ടു. ഇനി കർമ്മം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം ആരും കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുന്നില്ല. ഇവിടെ ഏതൊരു വ്യക്തി, എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, കർമ്മം ചെയ്യാതിരുന്നാൽ ആ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാകുമെന്ന്. ഒരു വ്യക്തിക്കും ഒരു സെക്കൻഡ് പോലും കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭഗവാൻ. കാരണം നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ എത്രയോ ജീവാത്മാക്കളെയാണ് നമ്മൾ കൊല്ലുന്നത്. നമ്മൾ നടന്നു പോകുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ എന്ന് വേണ്ട നമ്മുടെ ഓരോ പ്രവൃത്തികളിലും, നമ്മൾ കൃഷി ചെയ്യുവാണ്, ഗാർഡനിങ്ങിലാണ്, എങ്ങനെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ജീവാത്മാക്കളെ നമ്മൾ നശിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കാൻ ഒരു വ്യക്തിക്കും ഒരു സെക്കൻഡ് സമയം പോലും പറ്റില്ല എന്ന് വ്യക്തമായിട്ട് ഭഗവത്ഗീത പറയുന്നുണ്ട്. അപ്പോ സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. അപ്പൊ എല്ലാവരുടെയും ധാരണ സന്യാസം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. ആ സന്യാസം കൊണ്ട് ഒരാള് പൂർണ്ണത നേടുകയുമില്ല. ഭാവാർത്ഥം ശീലപ്രഭാതഗീതി. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റി സംശുദ്ധനായിട്ട് വേണം സന്യാസം സ്വീകരിക്കുവാൻ. അതായത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാമെന്ന് വിചാരിച്ചിട്ട് സന്യാസം സ്വീകരിക്കാമെന്നുള്ള ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ കലിയുഗത്തിൽ സന്യാസത്തിന് പ്രസക്തിയില്ല. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിൽ യാതൊരു വാല്യൂവും കൊടുക്കാൻ സാധിക്കത്തുമില്ല. കാരണം അവരുടെ ആസക്തി ഭൗതികതയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആയതിനാൽ ശ്രീലപ്രഭുപാദ് പറയുന്നത് കലിയുഗത്തിൽ സന്യാസത്തിന് യാതൊരു പ്രസക്തിയും കൂടുതൽ വാല്യൂ കൊടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ അതിനെ നിയന്ത്രിച്ച് കഴിവായിട്ടുള്ളവർക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് അനുവാദവുമുണ്ട്. അപ്പൊ ഇവിടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടവയാണ് ആ കർമ്മങ്ങൾ. ഈ ശുദ്ധീകരണം കൂടാതെ പെട്ടെന്ന് ചതുർത്ഥാശ്രമം സന്യാസം സ്വീകരിക്കുന്നവർക്ക് അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഹൃദയശുദ്ധി ഒരു വ്യക്തികളുടെ ഭൗതികമായിക്കോട്ടെ ആത്മീയമായിട്ടുണ്ട് ജീവിതത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും ഒക്കെ തന്നത്. ആ 4 ആശ്രമത്തിലും 4 വർണ്ണത്തിലും വളരെ ശ്രദ്ധയോടുകൂടി, പ്രത്യേകിച്ച് വർണ്ണാശ്രമ വ്യവസ്ഥകളിൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ വേണ്ടി, എന്തുകൊണ്ട് കൈകാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ആ ഹൃദയ ശുദ്ധീകരണമാണ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പരിപാലനം ചെയ്യണം. അപ്പോൾ അതിൽ വിജയം വരിക്കുവാൻ സാധ്യമല്ല. സന്യാസം സ്വീകരിക്കുക അഥവാ ഫലോദിഷ്ട കർമ്മങ്ങളിൽ നിന്ന് പിന്മാറുക എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് പെട്ടെന്ന് നാരായണ തുല്യനാവാമെന്ന് ചില തത്വചിന്തകരുടെ അഭിപ്രായം. അതായത് നിരാകാരവാദികള്, അതായത് മായാവാദികള് സന്യാസദണ്ഡ സ്വീകരണം മാത്രമേ നാരായണനായി എന്നാണ് അവർ പറയുന്നത്. നീയും നാരായണൻ, ഞാനും നാരായണൻ. ഒരിക്കലും നാരായണന് തുല്യമാകാൻ ഒരാൾക്കും സാധിക്കത്തില്ല. അങ്ങനെ
അങ്ങനെയുള്ള ചിന്താധാര ചില തത്വ ചിന്തകന്മാരുടെ അഭിപ്രായമുണ്ട്. ഭഗവാൻ കൃഷ്ണൻ ഈ സിദ്ധാന്തം അംഗീകരിക്കുന്നില്ല. ഭഗവാൻ ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങളെ അംഗീകരിക്കുന്നില്ല. ഹൃദയശുദ്ധിയില്ലാത്ത സന്യാസം കേവലം സാമൂഹ്യ മര്യാദയുടെ ലംഘനം മാത്രമത്രേ. ഏതൊരു വ്യക്തിയുടെ ഹൃദയം ശുദ്ധീകരിക്കാതെ ഈ വർണ്ണ ആശ്രമ പ്രക്രിയയിൽ കൂടി ആ വ്യക്തിയുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കാതെ നേരെ സന്യാസത്തിലോട്ട് കയറിക്കഴിഞ്ഞാൽ അത് സാമൂഹ്യ പരിതസ്ഥിതിക്ക് ഒരു ലംഘനമാണെന്നാണ് ഭഗവത്ഗീത പറയുന്നത്. മറിച്ച് വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാതെ തന്നെ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അഥവാ ബുദ്ധിയോഗം അതിനുവേണ്ടി അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എത്ര തന്നെ തുച്ഛമായിരുന്നാലും ശരി, ഭഗവാൻ അത് സ്വീകാര്യമായിരിക്കും. അപ്പോൾ നമ്മളുടെ ഭാഗവതത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. 2-ാമത്തെ ഖണ്ഡത്തില് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മളുടെ കർമ്മത്തെ വിട്ടിട്ട് അന്യരുടെ കർമ്മങ്ങൾ എത്ര ഭംഗിയായിട്ട് ചെയ്താലും അതിന് യാതൊരു വാല്യൂ ഇല്ല. എന്നാൽ നമ്മുടെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നമ്മളൊരല്പം തെറ്റുകുറവുകളോടുകൂടി ചെയ്തെന്ന് പറഞ്ഞാലും അതിന് വാല്യൂ ഉണ്ടെന്ന് വ്യക്തമായിട്ട് ഭാഗവത പുരാണമായ അമലപുരാണം അല്ലെങ്കിൽ ഭാഗവത പുരാണം അല്ലെങ്കിൽ പഞ്ചമവേദം എന്നൊക്കെ പറയുന്ന ഈ ഭാഗവതത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി അയാൾ കഴിയും, ശരി, ഭഗവാൻ അത് സ്വീകാര്യമായിരിക്കും. സ്വല്പമൽപസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. ആ വ്യക്തി ജീവിതത്തിൽ സ്വല്പം ഭക്തി യോഗയിൽ മുമ്പോട്ട് പോയെങ്കിൽ ആ വ്യക്തിക്ക് ഏറ്റവും വലിയ മരണഭയം എന്ന് പറയുന്ന ആ ഭയത്തിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ്. സ്വല്പമൽപസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്. ഏറ്റവും വലിയ ഭയം മരണഭയം, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭയങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഒരു ചെറു കൃത്യവും കടുത്ത വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാവും. അപ്പൊ ഇത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ജ്ഞാനയോഗി, കർമ്മയോഗി, ബുദ്ധിയോഗി ഇങ്ങനെ 3ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ജ്ഞാനയോഗി ഒന്ന് തന്നെ, കർമ്മയോഗി, ബുദ്ധിയോഗി. ഇവിടെ വിരക്തിയിൽ പെർഫെക്ഷൻ ഇത് നടക്കുമോ? ഒരു വ്യക്തിയുടെ വിരക്തിയിൽ പെർഫെക്ഷൻ നടക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരുന്നു. ന കർമ്മണ അനാരംഭ എന്ന് വെച്ചാൽ നിയത കർമ്മം അനുഷ്ഠിക്കുക. അപ്പൊ ഒരു വ്യക്തിക്ക് വിധിക്കപ്പെട്ട നിയത കർമ്മം അനുഷ്ഠിക്കയാൽ എന്ത് സംഭവിക്കും? നൈഷ്കർമ്മ്യം പുരുഷ അസ്നുതേ എന്ന് വെച്ചാൽ ഒരാൾ റിയാക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പം വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ നേരെ സന്യാസത്തിൽ പോകാമെന്ന് വിചാരിച്ചാലും ഒരു വ്യക്തിക്ക് അതിൻ്റെ റിയാക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ക്ലിയർ ആയിട്ട് ഈ ശ്ലോകം പറയുന്നു, പറ്റില്ല. എന്നുവെച്ച സന്യാസദേവ, ത്യാഗം കൊണ്ട് മാത്രം ഒരാൾ സിദ്ധിം സമധിഗച്ഛതി, പരിപൂർണത പ്രാപിക്കുന്നില്ല. അപ്പൊ സാധാരണ ആൾക്കാരുടെ ചിന്താധാരണ ത്യാഗം കൊണ്ട് പരിപൂർണത സാധിച്ചെടുക്കാം, അല്ല കിട്ടും, അത് നടക്കത്തില്ല എന്നാണ് ഈ ശ്ലോകം വളരെ അടിവരയിട്ട് പറയുന്ന 3 കാര്യത്തിൽ കൂടി. ഇനി ഒരു വ്യക്തിയുടെ നേച്ചർ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ വർണ്ണങ്ങൾ ആ വ്യക്തിയുടെ നേച്ചറാണ്. ഇത് ഒരു വ്യക്തിയുടെ വർക്കിന്റെ, അവന്റെ സ്വധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണൻ തന്നതാണ്. നാച്ചുറൽ സെറ്റപ്പാണിത്. അല്ലാതെ ഇന്ന് ഈ ചാതുർവർണ്ണ്യത്തെ പറ്റി, ചാതുർവർണ്ണ്യം മയാശിഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, ഗുണത്തിന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അർജുന ഞാൻ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത് എന്ന് പറയുന്നതിന് പകരം
അതൊരു ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അതല്ല ഇവിടെ, അതിന് യാതൊരു വാല്യൂയില്ല, വാല്യൂയില്ല. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹൃദയ ശുദ്ധീകരണത്തിന്, സമൂഹത്തിന്റെ സന്തുലനാവസ്ഥ നിലനിർത്തുവാൻ, ഇങ്ങനെയൊക്കെയുള്ള ഇത്യാദി ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത്. അതും ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അനുസരിച്ച്, അല്ലാതെ ഇന്നത്തെ ജാതി സമ്പ്രദായത്തിലല്ല. അപ്പോ കൃഷ്ണൻ അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്, പ്രകൃതിയുടെ ഒരു സെറ്റപ്പാണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അവരവരുടേതായ ജോലിയുണ്ട്. വർണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. എന്നാൽ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാനാണ് ഇത് സംഗതി നമുക്ക് തന്നിട്ടുള്ളത്. ഈ വിധിക്കപ്പെട്ട ജോലി നല്ലതായി പരിപാലനം ചെയ്യുന്നതിന് നിഷ്കാമ കർമ്മയോഗ എന്ന് പറയുന്നു. ഏതൊരു വ്യക്തി ആ വ്യക്തിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മം വളരെ നിഷ്കളങ്കമായി നല്ലതായി ചെയ്യുന്ന അതിനെ എന്ത് പറയുന്നു? നിഷ്കാമ കർമ്മയോഗ എന്ന് പറയുന്നു. ഇവിടെ കാരണം ജോലി ചെയ്യുന്നതിൻ്റെ ഫലം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിനോട് പൂർണ്ണമായിട്ടും ഭഗവത്ഗീതയുടെ ശരിയായ അർത്ഥം വരുമ്പോൾ അത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളൊരു ബുക്ക്, ഭഗവത്ഗീതയുടെ ഒരു ബുക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് അല്ലെങ്കിൽ ഭാഗവതം മലയാളത്തിലോട്ട് പരിഭാഷ ചെയ്തത്, അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് അത് സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. അത് കിട്ടുമ്പം ആ സെയിൽ ചെയ്ത് കുറേ കോപ്പികളൊക്കെ വിറ്റ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സന്തോഷിക്കുന്നു, നമുക്കതിൽ ആനന്ദം ഉണ്ടാകുന്നു. അത് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതാണ്, അത് ഭഗവത് സേവയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ ഫലത്തിൽ നമ്മൾ അഹങ്കരിക്കുന്നില്ല. അപ്പോൾ ആ ഫല ആസക്തി അല്ല ഉദ്ദേശിക്കുന്നത്, ഭഗവാന്റെ സന്തോഷമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പം തെറ്റിദ്ധരിക്കരുത് ആൾക്കാര്. ഇവിടെ ഹൃദയം ശുദ്ധമാകും. കാരണം കർമ്മയോഗ എന്ന് പറയുന്ന കാരണം ജോലി ചെയ്യുന്ന ഫലം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ വ്യക്തിയുടെ ഹൃദയം ശുദ്ധം ആകും എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയുള്ള വ്യക്തി ത്യാഗത്തിൽ ഉയരുകയും ഈ ജ്ഞാനി ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കും. അങ്ങനെയുള്ള വ്യക്തിയാണ് ശരിക്കും ത്യാഗത്തിൽ ഉയരുന്നതും ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അല്ലാതെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല. അതുകൊണ്ടാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് ഗൃഹസ്ഥ സന്യാസി എന്ന് പറയുന്നത്. ഗൃഹസ്ഥ ആശ്രമത്തിൽ നിന്നുകൊണ്ട് സന്യാസികളുടെ കൂട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഗൃഹസ്ഥ സന്യാസി എന്ന് പറയുന്നത്. അതാണ് ശരിയായ വൈരാഗ്യം. ഇവിടെ എന്തിന് സ്വധർമ്മം ചെയ്യണം? ഞാൻ എൻ്റെ ധർമ്മം ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ ഉത്തരമാണ് ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്, നമുക്ക് തരുന്നത്. എന്നാൽ കൃഷ്ണൻ അർജുനന്റെ അടുക്കൽ പറയുന്നു, നമ്മുടെ എല്ലാ പ്രവൃത്തിയും കൃഷ്ണന്റെ സന്തോഷത്തിനായി ഇതിൽ കൂടി കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാകും. അപ്പോൾ നാം ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൃഷ്ണനെ ആനന്ദിപ്പിക്കാനാണ്. ആ കൃഷ്ണനെ ആനന്ദിപ്പിക്കുന്നതിൽ കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്താ നേടുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാകും. നമ്മൾ ബദ്ധജീവാത്മാക്കളാണ്. ആ ബദ്ധജീവാത്മാക്കളിൽ നിന്ന് മുക്തജീവാത്മാക്കളാകണമെങ്കിൽ, അതായത് ഗൃഹസ്ഥനും ഗ്രഹമേദിയുമുണ്ട്.
ഗൃഹസ്ഥൻ എന്ന് പറയുന്നത് ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്നും എൻ്റെ കുടുംബത്തെയും എൻ്റെ സമൂഹത്തെയും എൻ്റെ ഭഗവാന്റെ നാമം പ്രചരിപ്പിക്കുകയും ഭഗവാനെ സർവീസ് ചെയ്യുകയും ആ ഒരു സെറ്റപ്പിൽ ജീവിക്കുന്ന ജീവാത്മാവിനെ തൻ്റെ മക്കൾക്ക് ആരാണ് ഭഗവാൻ എന്നും ഗുരു എന്നും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയെയാണ് ശരിയായ ഗൃഹസ്ഥൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഭൗതിക വാഞ്ചകളിൽ ആസ്വദിച്ച് ഭൗതികതയിൽ മുങ്ങിത്താണ് അടിപൊളി സെറ്റപ്പ് ജീവിതം നയിച്ചുകൊണ്ട് പോയിരിക്കുന്ന വ്യക്തിയെ ഗ്രഹമേധി എന്ന് പറയുന്നു. അപ്പൊ ഗൃഹസ്ഥനാകണോ ഗ്രഹമേധിയാകണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. രണ്ടും പ്രോസസ് ഒന്നാണ്, ഒരല്പ വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എന്നാൽ സ്വന്തം സന്തോഷത്തിനായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കർമ്മബന്ധനത്തിൽ കുടുങ്ങും. അപ്പൊ ഏതൊരു വ്യക്തി ഗ്രഹമേധിയായി കഴിഞ്ഞാൽ ആ വ്യക്തി കർമ്മബന്ധനത്തിൽ കുടുങ്ങും. ഗൃഹസ്ഥനായി കഴിഞ്ഞാൽ കർമ്മബന്ധനത്തിൽ കുടുങ്ങത്തില്ല. ഗൃഹസ്ഥന്റെ ധർമ്മം എന്താണ്? ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ പൈസ കൃഷ്ണ ഇപ്പോൾ നിങ്ങൾ രഥയാത്രയൊക്കെ നടത്തി വളരെ വളരെ ഗംഭീരമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഈ പൈസ കൃഷ്ണന്റെ ആവശ്യം, കൃഷ്ണന് നമ്മൾ കൊടുക്കുന്ന പൈസയുടെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. എന്നാൽ നമ്മൾ കൊടുക്കുന്ന പൈസ കൃഷ്ണ സേവയിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്ന കാരണം ഈ പൈസ നിന്റെ അല്ല, ആരെങ്കിലും തരുന്നതാണ്, ഈശ്വരന്റെ ഇച്ഛയാൽ കിട്ടുന്നത്. ഇത് ഭഗവത് സേവയിൽ അർപ്പിക്കുമ്പോൾ ഇതൊരു സ്പിരിറ്റാണ്. ഇതാണ് കർമ്മയോഗ എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ശതമാനമൊക്കെ നമ്മളുടെ ഭഗവത് സേവയിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മൾക്ക് ഭഗവാന്റെ കൃപയിൽ കിട്ടിയിട്ടുള്ള ഈ ആരോഗ്യവും വിദ്യാഭ്യാസവും അതുമല്ല അതിൻ്റെ പരിണിത ഫലമായിട്ട് കിട്ടിയിട്ടുള്ള സമ്പത്തും ഒക്കെ ഭഗവത് സേവയിൽ നമ്മളുടെ കഴിവിൻ്റെ അനുസരിച്ച് നമ്മൾ ചിലവാക്കുമ്പോൾ അതെന്താണ് പറയുന്നത്? ഭഗവാൻ സന്തോഷിക്കുന്നു. അപ്പൊ അവിടെ കൃഷ്ണൻ സന്തോഷിക്കുന്നു. അപ്പം ഇതിനെയാണ് കർമ്മയോഗ എന്ന് പറയുന്നത്. ഭഗവാൻ എല്ലാ ഐശ്വര്യ സമ്പന്നനാണ്, അദ്ദേഹത്തിന് ആരുടെയും പൈസയുടെ ആവശ്യമില്ല. എന്നാൽ നമ്മളുടെ ധർമ്മമാണ് ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളത്. നമ്മുടെ ഒന്നും ആവശ്യമില്ല, എന്നാൽ നമ്മൾ നമ്മുടെ എനർജി, ബുദ്ധി, ഭക്തി, സേവ ഇത് ഭക്തിയോട് സമർപ്പിച്ചാൽ കൃഷ്ണൻ തീർച്ചയായിട്ടും സന്തോഷിക്കും. അതാണ് കർമ്മയോഗ. ഉദാഹരണം പറയുകയാണെങ്കിൽ, മാതാപിതാക്കൾക്ക് കുട്ടി കൊടുക്കുന്നത് സ്വീകരിക്കുമ്പോൾ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിക്കുന്ന മാതിരി കൃഷ്ണന്റെ മക്കളായ നമ്മൾ കൃഷ്ണന് കൊടുക്കുമ്പോൾ കൃഷ്ണൻ വളരെയധികം സന്തോഷിക്കും. ഈ ലോകത്തിന്റെ എല്ലാം അധിപൻ, സമ്പത്തുള്ള ഐശ്വര്യപൂർണമായ ഭഗവാന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ ഭഗവത് സേവയിൽ ഭഗവാന്റെ മക്കളായ നമ്മളുടെ എനർജിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും എല്ലാം സമർപ്പിതമാക്കുമ്പോൾ നമ്മുടെ കഴിവിൻ്റെ അനുസരിച്ച് തീർച്ചയായിട്ടും ഭഗവാൻ സന്തോഷിക്കും. എന്നാൽ ശാസ്ത്രം പറയുന്നുണ്ട്, എത്ര കൊടുത്തു എന്നുള്ളത് ഭഗവാൻ നോക്കത്തില്ല, എത്ര പാത്തു വെച്ചു പതുക്കി വെച്ചു എന്നുള്ളതാണ് നോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ കർമ്മയോഗം എന്നത് പ്രവൃത്തിയുടെ ഫലം ആസ്വദിക്കാതെ വിരക്തി നേടുന്നതിനെയാണ് കർമ്മയോഗ എന്ന് പറയുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഞാനല്ല ആസ്വാദകൻ, ഭഗവാനാണ്. ഭോക്താരാം യജ്ഞ തപസാം സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താരാം യജ്ഞ തപസ്കൾ, സർവ്വതിൻ്റെയും ഭോക്താവ്, ആസ്വാദകൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, യജ്ഞപുരുഷനായ വിഷ്ണുവാണ്. അത് മനസ്സിലാക്കുന്ന വ്യക്തിക്ക് ശാന്തി ലഭിക്കുകയുള്ളൂ. ഈ ചിന്ത വരണമെങ്കിൽ നമ്മുടെ അവബോധം ഡെവലപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് ഹൃദയം ശുദ്ധമാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വരണമെങ്കിൽ നമ്മളുടെ അവബോധത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതാണ് ആസ്വാദകൻ എന്ന് മനസ്സിലാക്കണം, ഡെവലപ്പ് ചെയ്യണം. ആരാണ് ആസ്വാദകൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ആസ്വാദകനാണ് കൃഷ്ണൻ, ഭോക്താരാം യജ്ഞതപസ.
സർവലോകമഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും ഈ കർമ്മയോഗം എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി ജോലിയിൽ പരിപൂർണ ശുദ്ധമായാൽ ആ വ്യക്തി റിനോൺസായി. അപ്പം ആ കർമ്മ മേഖലയിൽ പരിപൂർണമായിട്ട് ശുദ്ധമായാൽ ആ വ്യക്തി റിനോൺസ് ആയി എന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ആൾക്കാരുടെ ഹൃദയം അശുദ്ധമാണ്. കോടാനുകോടി ഭൗതിക ശരീരം സ്വീകരിച്ച് ആ ഓരോ ശരീരം സ്വീകരിക്കുന്നതിൻ്റെ ശരീരത്തിൻ്റെ ആസ്വാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് കർമ്മം ചെയ്ത് അശുദ്ധമായ ഹൃദയത്തെ ശുദ്ധമാക്കണം. അതുകൊണ്ടാണ് ഹൃദയം ശുദ്ധമാക്കണം എന്ന് പറയുന്നത്. ഞാനാണ് എല്ലാത്തിൻ്റെയും ആസ്വാദകൻ എന്ന ചിന്താധാരയാണ് അശുദ്ധം. ഇപ്പൊ സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്നുണ്ട്, ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, ഒഴിക്കട രണ്ടെണ്ണം എന്ന് ഉള്ള ആസ്വാദനം, അത് പണി പുറകെ കിട്ടിക്കോളും. അപ്പോ ഈ ആസ്വാദകനും ഞാനാണ് ആസ്വാദകൻ എന്നുള്ള ചിന്താധാരയാണ് അശുദ്ധം. ഭോഗികൾ സന്യാസം സ്വീകരിച്ചാൽ നാരായണനായി, സന്യാസദണ്ഡ സ്വീകരിച്ച മാത്രയിൽ നാരായണനായി എന്ന മായാവാദ സിദ്ധാന്തത്തിന് ശില പ്രഭുപാദ് ഇവിടെ അംഗീകരിക്കുന്നില്ല, പ്രസക്തി കൊടുക്കുന്നില്ല. ഇവർ മനോനാരായണ പരസ്പരം നമോ നാരായണ എന്നാണ് ഇവർ പരസ്പരം സംബോധന ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, നീയും നാരായണനാണ്, ഞാനും നാരായണനാണ് എന്നാണ് സംബോധന ചെയ്യുന്നത്. നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുന്നു, അവർ നമോ നാരായണ എന്ന് പരസ്പരം പറയുന്നു. പക്ഷെ നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത് നമ്മൾ ഭഗവാനെ ഓർക്കുകയാണ്, റിമെമ്പറിങ് ആണ് ഭഗവാനെ. നമ്മൾ ഭഗവാന് തുല്യമാണെന്ന് പറയുന്നില്ല. അഥവാ നിങ്ങൾ ഉടനെ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കും ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അവർ നീ നാരായണൻ എന്ന് വിളിക്കുന്നു, ഒരിക്കലും ജീവ നാരായണനാകുന്നില്ല. ജീവ ബിന്ദുവാണ്, നാരായണൻ സമുദ്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രഹ്മസംഹിതയിലോട്ട് പോയിക്കോളും. അതായത് നാരായണൻ ശ്വാസം വിടുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് ബ്രഹ്മാവിൻ്റെ 1000 നമ്മുടെ ഈ ചതുർയുഗത്തെ അതായത് കലിയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, സത്യയുഗം, ഈ 4 യുഗങ്ങൾ ചേരുന്ന അതോ അങ്ങനെ 1000 ചതുർയുഗം ചേരുമ്പോഴാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകല്. അതുപോലെ 1000 ചതുർയുഗം ചേരുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സാകുമ്പോൾ ഒരു മഹാപ്രളയം വരും. ഇതാണ് നാരായണന്റെ ഒരു ശ്വാസം വിടുന്നതോ അല്ലെങ്കിൽ വലിക്കുന്നതോ. അപ്പൊ അങ്ങനെയുള്ള നാരായണനാകാൻ നമുക്ക് പറ്റുമോ? ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. അപ്പൊ അവിടെയാണ് നമ്മൾ ശാസ്ത്രത്തിന്റെ പഠനത്തിന്റെ മഹിമ ഉണ്ടാകും. സാധ്യായനം എന്ന് പറയും അതിന്റെ മഹിമ. അപ്പോൾ ഇവിടെ നമ്മുടെ നേച്ചറ് തൻ്റെ സാധാരണ ആൾക്കാരുടെ ഹൃദയം നമ്മൾ കണ്ടു. സന്യാസം സ്വീകരിച്ച മാത്രമേ നാരായണനാന്ന് പറയുന്നു. പക്ഷെ ജീവ ഒരു ബിന്ദുവാണ്, നാരായണൻ സിന്ധുവാണ്, സമുദ്രമാണ്. തൻ്റെ വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാതെ സന്യാസം സ്വീകരിച്ചാൽ ആ വ്യക്തിയുടെ പ്രവൃത്തി സന്യാസിയുടെ ആയിരിക്കില്ല. കാരണം ആ വ്യക്തിയുടെ ഹൃദയം ശുദ്ധമാകാത്തിടത്തോളം കാലം ഭൗതിക ആസ്വാദനത്തിനോടുള്ള ആസക്തി
ഹൃദയത്തിൻ്റെ ഒരു കോർണറിൽ ഉണ്ടായിരിക്കും. സന്ദർഭം കിട്ടുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ത്വര അവർക്കുണ്ടാകും. ആയതിനാൽ അതിനോട് സന്യാസത്തിനോട് അങ്ങനെയുള്ള ഒരു വ്യക്തി നീതി പുലർത്തുകയില്ല എന്നാണ് ഈ ഭഗവാൻ ഈ ശ്ലോകത്തിൽ കൂടി പറയുന്നത്. കാരണം നമ്മുടെ നേച്ചർ 4 ക്ലാസ്സിൽ കൂടിയതാണ്. ഈ 4 ക്ലാസ്സിലും നമ്മുടെ മിക്സ് ആണ് നമ്മുടെ നേച്ചർ. കാരണം നമ്മുടെ നേച്ചർ ഡീഗ്രേഡ് ആയി പോയി. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ പറയാൻ പറ്റില്ല. എങ്ങനെ ശുദ്ധമാകും? വളരെ പ്രയാസമാണ് കലിയുഗത്തില്. നമുക്ക് കർമ്മയോഗയിൽ ജ്ഞാനയോഗയിൽ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ മിക്സായി കിടക്കുന്നതാണ്. അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഒരേ ഒരു വഴി മാത്രമാണ് ഭക്തിയോഗ. കാരണം നമ്മൾ കോടാനുകോടി ജന്മങ്ങൾ എടുത്തിട്ട് നമുക്കറിയാം, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും കലിയുഗത്തില് എല്ലാവരും ശൂദ്രൻ തന്നെയാണ്. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് വ്യക്തി പ്രതിഫലം വാങ്ങിച്ച് ജോലി ചെയ്യുന്നു ആ വ്യക്തി ശൂദ്രനാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ശൂദ്രരാണ്. അപ്പം ശൂദ്രനും ബ്രാഹ്മണനായിക്കോട്ടെ, ക്ഷത്രിയനായിക്കോട്ടെ, വൈശ്യനായിട്ട്, ശൂദ്രനായിട്ട് ഇതിലെല്ലാം നമ്മൾ മിക്സായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് നേരിട്ട് നമ്മുടെ ഹൃദയശുദ്ധി വരാത്തത് കൊണ്ടും നമുക്ക് കർമ്മയോഗിയിലോ ജ്ഞാനയോഗിയിലോ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ മിക്സായി കിടക്കുവാണ്. ഇവിടെ ഒരേ ഒരു വഴി മാത്രമേ കലിയുഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഹരേർനാമ ഹരേർനാമ ഹരേർനാമേവ കേവലം കലോ നാസ്തേവ 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 ഗതിർ അന്യത. കലിയുഗത്തിൽ ഹരിനാമമല്ലാതെ വേറൊരു വഴിയില്ല, ഗത്യന്തരമില്ല എന്ന് മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു നമ്മളോട് പറയുന്നു. ആയതിനാൽ ഭക്തിയോഗയിൽ പോകുന്നതാണ് കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമം എന്ന ഈ ശ്ലോകത്തിൽ കൂടി ഭഗവാൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നെ ഭക്തിയോഗ ഏത് ജാതിയിലും ഏത് വർണ്ണത്തിലും ഏത് ആശ്രമത്തിലും ഏത് വ്യക്തിക്കും ചെയ്യാവുന്നതാണ്. അതാണ് ഈ ഭക്തിയോഗയുടെ സൗന്ദര്യം. ഭക്തിയോഗ എന്നത് ഭക്തിയുടെ സേവനം ഭഗവാനിൽ സമർപ്പിതമായിരിക്കണം. ഭക്തിയോഗയിൽ ഒരു വ്യക്തി സ്വല്പം ചെയ്താലും ഉന്നതി എത്താൻ കഴിയും. യോഗി സൈക്കിളിൽ യാത്ര ചെയ്യുന്ന ഉദാഹരണം, ഒരു യോഗി സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് ചവിട്ടി പോകുന്നു. എന്നാൽ സ്വല്പം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ഉന്നതിയിലെത്താൻ കഴിയും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഭക്തിയോഗി കൃഷ്ണൻ യമഹയിൽ കൊണ്ടുവരുന്നു, യമഹ ബൈക്കുമായിട്ട് വരുന്നു. ആ ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി ആ ബൈക്കിന്റെ പുറകിലോട്ട് ആ വ്യക്തിയെ ഭഗവാൻ കയറ്റി ഇരുത്തിട്ട് ഫുൾ സ്പീഡിൽ പോകുന്നു. അതാണ് സൈക്കിളിൽ പോകുന്നതും ബൈക്കിൽ പോകുന്നതും നമ്മൾ വ്യത്യാസം. അല്ലെങ്കിൽ സ്റ്റെപ്പിൽ കൂടി കയറുന്നതും ലിഫ്റ്റിൽ കൂടി കയറുന്നതും ആണ്. അങ്ങനെ പല ഉദാഹരണങ്ങളൊക്കെ പറയാം. അപ്പൊ ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അടിച്ചു വിട്ടങ്ങ് പോകും. ഇതാണ് ഭക്തിയോഗയുടെ ഒരു മഹിമ. ഇനിയും എല്ലാ മറക്കും കലിയുഗത്തിൽ ഞാൻ ഭക്തി യോഗയിൽ യാത്ര ചെയ്യുന്നു. കംപ്ലീറ്റ് എല്ലാം ഞാൻ മറന്നോളൂ. ഞാൻ കലിയുഗത്തിൽ ഭക്തിയോഗയിലാണ് യാത്ര ചെയ്യുന്നത്. ഇതാണ് ഹരിനാമ ജപം. അപ്പൊ നമ്മളെല്ലാം മറക്കുന്നു, എല്ലാം നമുക്കറിയാം, മിക്സായി കിടക്കുവാണ്. ആയതിനാൽ ഞാൻ ഇതെല്ലാം മറന്നിട്ട് ഞാൻ ഭക്തി യോഗയിൽ കൂടിയാണ് പോകുന്നത്. അതെന്താണ് ഒരു വഴി എന്ന് ചോദിച്ചാൽ അതാണ് ഹരിനാമ ജപം. ഇതാണ് തപസ്യ. ഉദാഹരണം പറയുകയാണെങ്കിൽ മലേറിയ വരാതെ ഇരിക്കണമെങ്കിൽ എന്തെടുക്കണം? വാക്സിൻ എടുക്കണം. അപ്രകാരം കലിയുഗത്തിന്റെ പ്രഭാവം ഏൽക്കാതെ ഇരിക്കണമെങ്കിൽ ഹരിനാമം ജപിക്കണം. ഏതൊരു വ്യക്തിക്ക് മാരക അസുഖം വരാതിരിക്കണമെങ്കിൽ അതിന് വാക്സിൻ എടുക്കണം.
അപ്പോൾ കലിയുഗത്തിൽ ജീവിക്കുന്ന ജീവാത്മാക്കൾക്ക് കലിയുഗത്തിൻ്റെ പ്രഭവം അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം ഏൽക്കാതിരിക്കണമെങ്കിൽ പരിണാമമാകുന്ന വാക്സിൻ എടുത്തേ മതിയാകും. വാക്സിൻ ജപിക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ വീണ്ടും ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും തപസ് ചെയ്തു. അവർ ഭക്തിയോഗത്തിന് വേണ്ടിയല്ല അവർ ചെയ്തത്, ഭൗതിക സുഖഭോഗങ്ങൾക്ക് വേണ്ടിയാണ് അവർ തപസ് ചെയ്തത്. അവരും തപസ്സികളാണ്. എന്നാൽ ഭക്തർക്ക് തപസ് ആവശ്യമാണ്. ഭക്തരുടെ തപസ് 4 യമനിയമങ്ങളും നാമജപവും ശാസ്ത്ര പഠനവും സത്സംഗവും. ഇവിടെ നമ്മൾ ABCD പഠിക്കണം. ABCD എന്താണ്? ഇപ്പം ചോദിക്കും മൊട്ടത്തലേന് എന്താ പറയുന്നത് ABCD എന്ന്? ABCD A മീൻസ് അസോസിയേഷൻ, ഭക്തസംഘം, നല്ല സംസർഗം, നല്ല കൂട്ടുകെട്ട്, നല്ല ആൾക്കാരുമായിട്ടുള്ള സഹവാസം, അസോസിയേഷൻ A. B എന്ന് പറഞ്ഞാൽ ബുക്ക് റീഡിങ്, സ്വാധ്യായനം, വേദപഠനം, ഭഗവത്ഗീത പഠിക്കുക, ഭാഗവതം പഠിക്കുക, ചൈതന്യ ചരിതാമൃതം പഠിക്കുക, പ്രഭുപാദിൻ്റെയൊക്കെ ചെറിയ ചെറിയ ബുക്കുകളൊക്കെ പഠിക്കുക. അപ്പോൾ എന്താണ് സ്വാധ്യായനം എന്ന് പറയുന്നത്? B മീൻസ് ബുക്ക് റീഡിങ്. C മീൻസ് ചാൻറ്റിങ്, ജപിക്കുക, എത്രത്തോളം ജപിക്കാമോ, കീർത്തനൈ സദാഹരി, ജപിക്കുക. പിന്നെയോ ഡയറ്റിങ്, സ്വാത്വിക് ഭക്ഷണങ്ങൾ കഴിക്കുക, അതും ഭഗവാന്റെ പ്രസാദങ്ങൾ കഴിക്കുക. അപ്പം നമ്മളുടെ ബുദ്ധിയും മനസ്സും മനോമണ്ഡലവും ഒക്കെ ശുദ്ധമാകും. അപ്പൊ ഏതു വ്യക്തി ABCD പഠിക്കുന്നുവോ ആ വ്യക്തി യാത്ര ചെയ്യുന്നത് BMW-ലായിരിക്കും. B എന്ന് വെച്ചാൽ ബോഡി, ശരീരം, M എന്ന് വെച്ചാൽ മനസ്സ്, W എന്ന് വെച്ചാൽ വാക്ക്. മനസ്സാ വാച കർമ്മണ. ആ ആള് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കും അത് പരിപാലനം ചെയ്യുന്നത്. അങ്ങനെയുള്ള അവസരത്തില് ABCD പഠിച്ച ആ വ്യക്തി യാത്ര ചെയ്യുന്നത് BMW-ലായിരിക്കും. ഇവിടെ ഭഗവാൻ സമാധാനത്തിന്റെ വഴി തരുന്നു. ഇവിടെ ആത്മാവിന് വിജയം, പരാജയം, സുഖം, ദുഃഖം ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഭക്തിയോഗയിലോട്ട് വരുന്ന ഉടനെ നമുക്ക് മനസ്സിലാകും. ആ ആത്മാവിനെ പറ്റി മനസ്സിലാകുമ്പോൾ ആത്മാവിന് വിജയം വരാൻ പോകുന്നില്ല, പരാജയം സംഭവിക്കുന്നില്ല, സുഖം സംഭവിക്കുന്നില്ല, ദുഃഖം സംഭവിക്കുന്നില്ല. ഇതൊന്നും ബാധകമല്ല. കാരണം ആത്മാവ് പരിപൂർണ ആത്മീയമായതുകൊണ്ട്. ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം ലവ് ആണ്. എന്നാൽ ജീവാത്മാക്കൾ ഭൗതികയിൽ കഴിയുമ്പോൾ വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ ആത്മാവ് ഒരു ജീവാത്മാവിന്റെ ശരീരത്തിൽ കയറി താമസിക്കുമ്പോൾ ആ ആത്മാവിന്റെ പ്രസരണത്താൽ ജീവാത്മാവ് പ്രവൃത്തികളൊക്കെ ചെയ്യുവാനുള്ള ആരോഗ്യവും കഴിവും പ്രസക്തിയും ഒക്കെ കിട്ടുമ്പോൾ ഭൗതികതയിൽ കഴിയുമ്പോൾ വ്യത്യസ്ത സ്വഭാവം ഈ ശരീരത്തിന് ഉണ്ടാകുന്നു. ആത്മാവിന്റെ സ്വഭാവം പ്രേമമാണ്, ലവ് ആണ്. പക്ഷേ ശരീരത്തിന് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഒരാൾ ഭക്തിയോഗയിൽ വന്നാൽ അവരുടെ സ്വഭാവം പ്രേമമായി മാറുന്നു. ഭക്തിയോഗയിൽ വന്നാൽ ആ വ്യക്തിയുടെ സ്വഭാവം പ്രേമമായി മാറുന്നു. നമ്മുടെ ഇന്ദ്രിയത്തെ സന്തോഷിപ്പിക്കുന്നത് ലസ്റ്റാണ്, കാമം എന്ന് പറയാം. എന്നാൽ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതാണ് ലവ് എന്ന് പറയുന്നത്. ഇത് ആത്മാവിന്റെ സ്വഭാവമാണ്. ലവിന്റെ യഥാർത്ഥ പേരാണ് പ്രേമം, ലസ്റ്റിന്റെ യഥാർത്ഥ പേരാണ് കാമം. അപ്പൊ ഭൗതിക ലോകത്തുള്ളതെല്ലാം ലസ്റ്റും ആത്മീയ ലോകത്തിലുള്ളതെല്ലാം ലവുമാണ്, പ്രേമമാണ്. ഇവിടെ ആത്മാവ് ഉണ്ടോ? എവിടെ ആത്മാവുണ്ടോ അവിടെ ഉള്ള ഗുണം പ്രേമിക്കുക എന്നതാണ്. അപ്പൊ ആത്മാവിന്റെ സ്വരൂപം പ്രേമമാണ്, സ്നേഹമാണ്. കാരണം ഭഗവാന്റെ അംശമാണ് ആത്മാവ്. ഈ പ്രേമം മനസ്സിലാക്കി തരുന്നതാണ് ആത്മീയ ഗുരുനാഥൻ. അപ്പം ഗുരുനാഥൻ ബലരാമനാണ് ആദ്യ ഗുരു. അദ്ദേഹത്തിന്റെ തോളത്ത് എപ്പോഴും കലപ്പയുണ്ട്. എന്തിനാണ് കലപ്പ? കാരണം
ഭക്തന്റെ ഹൃദയം എപ്രകാരം ഉണങ്ങി തരിശുഭൂമിയായിട്ട് കിടക്കുന്ന ആ നിലം കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച് ഇളക്കി എപ്രകാരം ചെയ്യുന്നു, അപ്രകാരം ആ ഭക്തിയോഗയിൽ വരുന്ന ഒരു വ്യക്തി ആധ്യാത്മിക ഗുരുനാഥന്റെ കൃപയോടുകൂടി വരുമ്പോൾ ബലരാമനാകുന്ന ആദ്യ ഗുരു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കയറി കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച് ഭക്തി ലതാബീജം സ്ഥാപിക്കുന്നു. ബ്രഹ്മാണ്ഡകോന ഭ്രമിതേ ഭാഗ്യവാൻ ജീവ ഭക്തി ലതാബീജം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ഡത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ജീവാത്മാവ്, ബ്രഹ്മാവ് തൊട്ട് ഏറ്റവും ശ്രേഷ്ഠമായ ജീവാത്മാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജീവാണ് ഗുരുകൃഷ്ണ കൃപാപായ ഭക്തി ലതാബീജം. ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും കൃപയാൽ ഭക്തിയുടെ ലതാബീജം ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത്. ഇതിൻ്റെ ആളാണ് ബലരാംജി. അപ്പൊ അദ്ദേഹം നമ്മുടെ ഹൃദയത്തെ കലപ്പ കൊണ്ട് ഉഴുതുമറിച്ച് കൃഷി ചെയ്യാനായിട്ട് പാകമാക്കി തരുമ്പോൾ ആധ്യാത്മിക ഗുരുനാഥൻ കയറി അതിൽ ആ ഭക്തി വൃക്ഷയുടെ ഒരു വിത്ത് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു. അതിന് നമ്മൾ വെള്ളവും വളവും ഒഴിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ അവിടെ നല്ല രീതിയിൽ വെള്ളവും വളവും കിട്ടുമ്പോൾ കളകൾ ഉണ്ടാകുന്നു. ഈ കളകളെ ഇല്ലാതാക്കുവാൻ ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ എന്ന പഞ്ചതത്വാക്കളുടെ കൃപയാൽ ആ കളകളും ഇല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഭക്തി ലതാബീജം വളരെ ശക്തമായിട്ടും ഊർജ്ജസ്വലതയോടും കൂടി വളർന്ന് വലുതാകും. അപ്പൊ ആ വളർന്ന് വലുതാകാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഭക്തിദേവിയാകുന്ന തുളസി മഹാറാണി. അപ്പൊ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ആധ്യാത്മിക ഗുരുനാഥൻ സ്ഥാപിച്ചിട്ടുള്ള ഈ ഭക്തിലതാബീജം വളരുവാന് കളകൾ നശിപ്പിക്കുവാൻ പഞ്ചതത്വാക്കൾ പ്രവർത്തിക്കുന്നു. ആ ഭക്തിലതാബീജമാകുന്ന വൃക്ഷം വളരുവാനായിട്ട് തുളസി മഹാറാണി നമ്മളെ സഹായിക്കുന്നു. തുളസി മഹാറാണിയുടെ കൃപയാൽ അവ ഭക്തിയിൽ വരുന്ന വിഘ്നങ്ങളെ ഇല്ലാതാക്കാൻ നരസിംഹദേവൻ നമ്മളെ സഹായിക്കും. ഇങ്ങനെയാണ് ഭക്തി ലതാബീജം വളരുന്നത്. അവിടെ ബലരാംജിയുടെ കൃപ വരുന്നു, ആധ്യാത്മിക ഗുരുനാഥന്റെ കൃപ വരുന്നു, ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപ വരുന്നു, പഞ്ചതത്വാക്കളുടെ കൃപ വരുന്നു, ആധ്യാത്മിക ഗുരുനാഥന്റെ കൃപ വരുന്നു, തുളസി മഹാറാണിയുടെ കൃപ വരുന്നു, നരസിംഹദേവന്റെ കൃപ വരുന്നു. ഇതാണ് ഭക്തി ലതാബീജം വളരുന്നത്. ഇങ്ങനെയാണ്. അപ്പൊ കാരണം നമ്മൾ എല്ലാവരും ഭയപ്പെടുന്നു ഭക്തി വരാനായിട്ട്. എന്തിനാ ഭയപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഭൗതികതയിൽ എല്ലാവർക്കും ഭയമാണ്. ആ ഭയത്തെ പറ്റി എന്തൊക്കെയാണെന്ന് 9 കാര്യങ്ങളാണ് പൊതുവെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഭയം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, ഭോഗരോഗ ഭയം. ഭോഗിക്ക് രോഗത്തിൽ ഭയം, അസുഖത്തിൽ ഭയം. ശീല പ്രഭുപാദ് പറയുന്നുണ്ട്, ശരീരം വ്യാധി മന്ദിരം. എന്തെങ്കിലുമൊക്കെ അസുഖം വരും നമ്മുടെ ഈ ശരീരം പോകാൻ. കാരണം നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളുടെ കർമ്മങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് നമുക്ക് ഈ ജന്മത്തിൽ അസുഖങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ശരീരം വ്യാധി മന്ദിരം, അതിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടാകും. ഭഗവാന്റെ കൃപയിൽ അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി. 2, കുലച്യുതി ഭയം. പുത്രന് കുട്ടികളൊന്നും ഇല്ലാത്തതിൽ നമുക്ക് ഭയമുണ്ടാവും. എൻ്റെ കുലം നശിച്ചു പോകുമല്ലോ, അത് പോകുമല്ലോ, ഇത് പോകുമല്ലോ എന്ന്. 3, നിർപ്പാല ഭയം. പൈസ ഉണ്ടെങ്കിൽ ഭയമുണ്ട്. ടാക്സ് അടിക്കണം, നരേന്ദ്രമോദി എപ്പോഴാണ് വരുന്നത് അറിയില്ല, അല്ലെങ്കിൽ കള്ളം കയറും, ഇത്യാദി ഭയമൊക്കെ നമ്മളിലുണ്ടാകും. ഭയം. മാനമുണ്ടെങ്കിൽ മാനമുണ്ടെങ്കിൽ ഭയം വരും. എൻ്റെ മാനം നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ഈ ശരീരമല്ല ആത്മാവാന്നുള്ള ഭാവനയിൽ എത്തിക്കഴിഞ്ഞ് എന്ത് മാനം. അപ്പോ മാനം, എല്ലാവർക്കും മാനം പറഞ്ഞുകൊണ്ടിരിക്കും, ചെയ്യുന്നതെല്ലാം
അപമാനം വരുന്ന പ്രവൃത്തിയാണ്. പിന്നെ മാനത്തെ പറ്റി സംസാരിക്കും. അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. ബലിരേപ്പ് ഭയം, ബലം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം. രൂപേ ജരാഭയം, പ്രായത്തിൽ ആകുമ്പോൾ വാർദ്ധക്യത്തോടുള്ള ഒരു ഭയം. ശാസ്ത്രവാദി ഭയം, ശാസ്ത്രം അറിയാം, പക്ഷെ എന്നെക്കാളും കൂടുതൽ അറിവുള്ള ഒരു ശാസ്ത്രം അറിയാവുന്നവർ വന്നാൽ നല്ല ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുമോ എന്ന എല്ലാവർക്കും ഒരു ഭയം, ക്ലാസ് എടുക്കുന്നവർക്ക്. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്നവൻ്റെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. എന്തിനാണ് അങ്ങനെ കണ്ടുപിടിക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് വിചാരിച്ചു പുള്ളിക്ക് ഈ ഭയമുണ്ട്. അപ്പോ ആ ഭയം, എന്നെക്കാളിലും അറിവുള്ളവർ വരുമോ എന്നുള്ളൊരു ഭയം. ശീല പ്രഭുപാദ് പറയാൻ നിനക്ക് എന്താ അറിയാവുന്ന അത് പറഞ്ഞാൽ മതി എന്ന്. ഇവിടെ നമുക്ക് പ്രസക്തിയുടെയൊന്നും പെരുമയുടെയൊന്നും ആവശ്യമൊന്നുമില്ല. കായെ കൃപാന്ത ഭയം, ശരീരം കിട്ടിയാൽ മരണം ഉണ്ടാകുമല്ലോ എന്നിൽ മരണത്തിലൊരു ഭയം. 9 പറയുന്നത് സർവസ്തു ഭയം പുരികണം എന്ന് വെച്ചാൽ എല്ലാം നഷ്ടപ്പെടും എന്നുള്ളൊരു ഭയം. അപ്പൊ ഈ ഭയങ്ങളാണ് നമ്മളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഒരു ഭക്തി യോഗയിൽ കൂടി കഴിയുന്ന ഒരു വ്യക്തിക്ക് ഈ ഭയങ്ങളൊന്നും പതുക്കെ പതുക്കെ ആ വ്യക്തിയെ ബാധിക്കാതെ ഇരിക്കും. അപ്പൊ അദ്ദേഹം എല്ലാം സർവ്വതും കൃഷ്ണാസ്തു സമർപ്പണം, സർവം കൃഷ്ണന് സമർപ്പിച്ചു കഴിയുക. ആധ്യാത്മിക ഗുരുനാഥന്റെ കൃപ, അദ്ദേഹത്തിൻ്റെ ഇംഗിതം, അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ ഒക്കെ മാനിച്ച് നമ്മളുടെ കഴിവിൻ്റെ അനുസരിച്ച് നമ്മുടെ ജീവിതം ഒരു സെറ്റപ്പാക്കി ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വക ഭയങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. ഈ ഭയമില്ലാത്തത് ആർക്കാണെന്ന് വെച്ചാൽ ഒരു വൈരാഗിയാണ്, ഞങ്ങളുടെ ഭക്തി യോഗയിലുള്ള വൈരാഗിക്ക്. ഇനി മഹാപ്രഭു ഭക്തഗണെ വൈരാഗ്യ പ്രധാൻ. മഹാപ്രഭു ഭക്തഗണത്തിൽ ഏറ്റവും വലിയ വൈരാഗ്യ പ്രധാനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു അദ്ദേഹം. മഹാപ്രഭുവിന്റെ കൃപയുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും വൈരാഗ്യം കിട്ടും. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് മിണ്ടിയില്ല, ഇനി അവന്റെ ജീവിതകാലത്തിൽ മിണ്ടില്ല, അതല്ല വൈരാഗ്യം. ഭൗതിക കാര്യങ്ങളോടുള്ള വിരക്തി. വൈരാഗ്യം 2 തരം. ഒന്ന് ഫൽഗു വൈരാഗ്യം, ഉപയോഗമറിയാതെ ത്യജിക്കുന്നതാണ് ഫൽഗു വൈരാഗ്യം. ശരിയായ വൈരാഗ്യത്തിൻ്റെ ഉപയോഗം അറിയാതെ ത്യജിക്കുന്നതിനെ ഫൽഗു വൈരാഗ്യം എന്ന് പറയും. ഫൽഗു അനാസക്ത വിഷയ ഏതരം ഉപയുഞ്ചത നിർബന്ധ കൃഷ്ണ സംബന്ധ. അതാരാന്ന് വെച്ചാൽ ഗൗരകിഷോർ ബാബ. വൈരാഗ്യം ഉച്ചതേ, അതാരാന്ന് വെച്ചാൽ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ്. വിഷയ ഇന്ദ്രിയ തൃപ്തി എത്താണ്? 3 തരത്തിലാണ്. 1 കൂടുതൽ അരുത്, അത്യാഹാര. 2 പ്രതികൂലം ഉള്ളത് സ്വീകരിക്കരുത്, ഭക്തിമാർഗത്തില്. 3 ഭക്തിയിൽ അനുകൂലമുള്ളത് സ്വീകരിക്കണം. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് വിഷയ ഇന്ദ്രിയ തൃപ്തിയിൽ വരുന്നത്. അനുകൂലമുള്ളത് സ്വീകരിക്കാതെ ഭഗവത് കൃപയായി അനുകൂലമുള്ളത് സ്വീകരിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഭഗവത് കൃപയ്ക്കായിട്ട് പോകേണ്ട സംഗതികളെല്ലാം അനുകൂലമുള്ളതാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. ഭജനം അനുകൂലമാണ്, ഇവിടെ ആസക്തിയില്ല, നിരാസക്തിയുമില്ല. ചില സമയം നിരാസക്തിയിൽ കൂടി ആസക്തി ഉണ്ടാകുന്നു. അപ്പം നമ്മളുടെ വൈരാഗ്യം ഏത് തരത്തിലാണ് ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് വെച്ചാൽ ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ഭക്തിയുത സേവനത്തിൽ എപ്രകാരം നമ്മുടെ വൈരാഗ്യം ഉപയോഗിച്ചാൽ എങ്ങനെ നമ്മുടെ ഭക്തി യോഗയിൽ നമുക്ക് മുൻപോട്ട് പോകാം എന്നുള്ളതാണ് അനുകൂല വൈരാഗ്യം. അല്ലാത്തതെല്ലാം പ്രതികൂല വൈരാഗ്യമാണ്.
അപ്പൊ അതുകൊണ്ട് ആനുകൂലേന കൃഷ്ണ അനുശീലനം പ്രതികൂലേന വർജിതം എന്ന രൂപഗോസ്വാമി പറയുന്ന ആപ്തവാക്യം ഓരോ ഭക്തഗണങ്ങളും സ്വീകരിക്കണമെന്നാണ് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. हरे कृष्णा प्रभु। ഹരേ കൃഷ്ണ. क्वेश्चन नंबर ഉറക്കെ പറ മാതാജി, കേൾക്കുന്നു. भक्ति भक्ति ഞാൻ ഒന്നും മനസ്സിലായില്ല. ഭക്തിയിൽ അനുകൂലം വരുന്നില്ലേ? അത് പറഞ്ഞില്ലേ? ആ, അതിന്റെ ആനുകൂല ഭക്തി. ഒന്ന് പറയാമോ? ആനുകൂല ഭക്തിയാണോ മാതാജി ഉദ്ദേശിക്കുന്നത്? ഭക്തിയിൽ അനുകൂലം ആ, ആനുകൂല ആനുകൂലമായിട്ടുള്ളത് നമുക്ക് അതിന്റെ വൈരാഗ്യം. ഒന്നും രണ്ടും ഒന്ന് പറയാമോ? ഒന്ന് അതായത് ഭക്തി മാർഗത്തില് അനുകൂലമായിട്ട് വരുന്നത് ഫൽഗു വൈരാഗ്യമുണ്ട്. ആ ഫൽഗു വൈരാഗ്യം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗം അറിയാതെ ത്യജിക്കുന്നതിനെയാണ് ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മർക്കട വൈരാഗ്യം എന്ന് പറയും. ഉപയോഗം അറിഞ്ഞ ഭക്തിയില അനുകൂലമായിട്ടുള്ളത് സ്വീകരിച്ചിട്ട് പ്രതികൂലമായിട്ടുള്ളത് ത്യജിക്കുന്നതെയാണ് ശരിയായ വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോകേണ്ടത് ഫൽഗു വൈരാഗ്യത്തിലല്ല, ശരിയായ വൈരാഗ്യത്തിലാണ്. അപ്പം ഭക്തി യോഗയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആ ഭക്തി യോഗയ്ക്ക് എന്തെങ്കിലും ക്ഷതമേൽക്കുന്നു, അതിന് ഉയർച്ചയിലേക്ക് തടസ്സം നിൽക്കുന്നതിനെ നമ്മൾ പതുക്കെ അതിന് നമുക്ക് വേണ്ട എന്ന് വെക്കുക. അതുകൊണ്ട് ആനുകൂലേന കൃഷ്ണ അനുശീലനം പ്രതികൂലേന വർജിതം എന്ന് രൂപഗോസ്വാമി പറയുന്നു. മാതാജിക്ക് മനസ്സിലായോ? ഹരേ കൃഷ്ണ പ്രഭുജി, മനസ്സിലായി. ഓക്കെ. വേറെ ഹരിബോൾ. ആരുമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിവിടെ നിർത്താം. ഹരേ കൃഷ്ണ. പറഞ്ഞോ മാതാജി. ഹലോ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. താങ്ക് യു പ്രഭു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ. അനന്തകോടി വൈഷ്ണവവൃന്ദ की जय, समवेत भक्तवृंद की श्रील प्रभुपाद की गुरुदेव की जय, ताय गौर प्रमानंदे। हरि हरि बोल. हरे कृष्ण. शिवरात्रि गौरा नाइट. हरि बोल. हरे कृष्ण. വായിക്ക് വീണ്ടും വീണ്ടും കഴിഞ്ഞോ?